SRH ഇത്തവണ പ്ലേ ഓഫിൽ കയറാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വിശ്വസ്തനായിട്ടുള്ളൊരു ബോളർ ആ ടീമിൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഈവൻ ക്യാപ്റ്റൻ കമിൻസ് പോലും ഈ ഫ്ലാറ്റ് ട്രാക്കുകളിൽ നല്ല ചെണ്ടയാണ്. നല്ല രീതിക്ക് പരാതികളും വരുന്നുണ്ടായിരുന്നു. കാരണം ഇത്രയും റോഡ് പിച്ചസ് ഉണ്ടാക്കിയിട്ട് കളിയുടെ ഒരു ക്വാളിറ്റി തന്നെ കുറവാണ്. ഹലോ എവരിവൺ, വെൽക്കം ടു റോട്ടോ ടോക്സ് ആണ്. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ മത്സരം എന്ന് പറയുന്നത് RCB vs സൺറൈസേഴ്സ് ആണ്. അപ്പോൾ ഈ വർഷത്തെ IPL ഒരു വെടിക്കെട്ടോട് കൂടി തുടങ്ങാനായിരിക്കും എന്തായാലും IPL കമ്മിറ്റി പ്ലാൻ ചെയ്തത്. അതുകൊണ്ടാണ് RCB സൺറൈസേഴ്സും കൂടി കളി. അപ്പോൾ സൺറൈസേഴ്സ് കുറച്ച് കാലം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അറിയപ്പെടുന്നുണ്ട്. IPL ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് മാറ്റിയൊരു ടീമായിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് അറിയപ്പെടാൻ പോകുന്നൊരു ടീമായിരിക്കും സൺറൈസേഴ്സ് എന്ന് പറയുന്നത്. അത് ബാറ്റിങ്ങിൽ 200 220 ഒരു സേഫ് സ്കോർ അല്ലെങ്കിൽ എന്താണ് വിന്നിങ് സ്കോറായിട്ട് ഉണ്ടായിരുന്ന ഒരു IPL 250 ഈവൻ 270 അടിച്ചാൽ പോലും സേഫ് സ്കോർ അല്ല എന്ന് കാണിച്ച ടീമാണ് സൺറൈസേഴ്സ്. അത് അവരടിക്കുകയും ചെയ്തു, അവരത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതെ അവർ തൂക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും സൺറൈസേഴ്സ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവർ ഭയങ്കരമായിട്ട് ബാറ്റിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. ഈ വർഷം സൺറൈസേഴ്സിൻ്റെ സ്ക്വാഡ് എടുത്ത് നമുക്ക് ഒറ്റ വയ്ക്കി പറയാൻ പറ്റും, ബാറ്റിംഗ് പവർ ഹൗസ്. അത്രത്തോളം എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഹാർഡ് ഹീറ്റേഴ്സാണ് ആ ടീമിൽ. പക്ഷേ ബോളിങ്ങിൽ പരമശോകം. ഒരു നല്ലൊരു നമുക്ക് വിശ്വസ്തനായിട്ടുള്ളൊരു ബോളർ ആ ടീമിലില്ല എന്ന് പറയേണ്ടി വരും. ഈവൻ ക്യാപ്റ്റൻ കമിൻസ് പോലും ഈ ഫ്ലാറ്റ് ട്രാക്കുകളിൽ നല്ല ചെണ്ടയാണ്. ഇനിയിപ്പോൾ ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഇവർ IPL ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. അത്രത്തോളം എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഫസ്റ്റ് ബോൾ തൊട്ട് ബൗണ്ടറി അടിക്കുക എന്നുള്ളതാണ് രണ്ടുപേരുടെയും മൈൻഡ് സെറ്റ്. അതിൽ അഭിഷേക് ശർമ്മയുടെ ഒക്കെ ബാറ്റിംഗ് എത്രത്തോളം അപകടകരമാണ്. അദ്ദേഹം കുറച്ച് നേരം ക്രീസിൽ നിന്നാൽ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നീട് വൺ ഡൗൺ ആയിട്ട് വരുന്നത് ഇഷൻ കിഷനെ പോലത്തെ ഒരു പവർ ഹിറ്റർ, ഇൻഫോമിൽ നിൽക്കുന്ന ഇഷൻ കിഷൻ ആയിരിക്കും ആ ടീമിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ വർഷത്തെ ഒരു ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ വരുന്നത് ഹെൻഡ്രിക് ക്ലാസനാണ്. അപ്പോൾ ഈ ഒരു 4 പേരും ബ്രൂട്ടൽ ഹീറ്റേഴ്സാണ്. അപ്പോൾ ഇവർ വിചാരിച്ചാൽ തന്നെ 250+ ഒക്കെ സ്കോർ ഈസിലി അടിക്കാവുന്നതാണ്. പിന്നീട് നിതീഷ് കുമാർ റെഡ്ഡി, അനികേത് വർമ്മയും പോലത്തെ ഇന്ത്യൻ പ്ലെയേഴ്സും, പിന്നീട് അവർ ലിവിങ്സ്റ്റണെ കൂടി ടീമിലെടുത്തിട്ടുണ്ട്. ലിവിങ്സ്റ്റണും ഒരു പവർ ഹിറ്ററാണ്. ലിവിങ്സ്റ്റണും കമ്മിൻസും കൂടി വരുമ്പോൾ വളരെ ഒരു പവർ ഹിറ്റേഴ്സിൻ്റെ ഒരു സമ്മേളനം തന്നെയാണ് ടീമിൽ ഉള്ളത് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ബോളിങ്ങിലോട്ട് വരുമ്പോൾ കമിൻസ് ആയാൽ പോലും നമുക്കൊരു വിശ്വസിക്കാൻ പറ്റുന്ന ബോളറാണെന്ന് പറയാൻ സാധിക്കില്ല. ചില ദിവസങ്ങളിൽ അദ്ദേഹം മികച്ച രീതിയിൽ പന്തെറിയെങ്കിൽ പോലും പിച്ചിന് യാതൊരു സപ്പോർട്ടും കിട്ടാത്ത അവസ്ഥയിലൊക്കെ അദ്ദേഹം നല്ല രീതിക്ക് അടി വാങ്ങുന്ന കാണാറുണ്ട്. പിന്നീടുള്ളത് ഹർഷൽ പട്ടേലും അതുപോലെ തന്നെ ഉനദ്കടും പോലത്തെ ചെണ്ടകളാണ്. അപ്പോൾ ഇവരെ വെച്ചിട്ട് എത്രത്തോളം അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 250 260 അടിച്ചാൽ പോലും സൺറൈസേഴ്സിനെതിരെ എതിരാളികൾ ചേസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചേസിങ്ങിലാണെങ്കിൽ സൺറൈസേഴ്സ് ജയിക്കാൻ, അല്ലെങ്കിൽ ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ സാധ്യത കുറവാണ് എന്നുള്ള സിറ്റുവേഷനാണ്. ഇവൻ നല്ലൊരു സ്പിന്നറെ പോലും നമുക്ക് ഇവർ ഈ സ്ക്വാഡ് നമുക്ക് എടുത്ത് കാണിക്കാനായിട്ടില്ല. അത്രത്തോളം ഒരു ബാറ്റിങ്ങിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഓപ്ഷനിൽ വന്ന പോലെയാണ് തോന്നിയത്. ഇവരെയുള്ളൊരു സ്പിന്നർ എന്ന് പറയുന്നത് കമിൻസ് മെൻഡിസാണ്. പക്ഷേ കമിൻസ് മെൻഡിസ് ടീമിലോട്ട് വരുമ്പോൾ ലിവിങ്സ്റ്റൺ ടീമിൽ നിന്ന് പുറത്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരിക. അപ്പോൾ അവരെങ്ങനെയാണത് മാനേജ് ചെയ്യാമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഒരു സ്പിന്നറായിട്ട് ലിവിങ്സ്റ്റൺ ആണോ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും SRH ഇത്തവണ പ്ലേ ഓഫിൽ കയറാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു ബാലൻസ്ഡ് സ്ക്വാഡില്ലാതെ IPL ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈവൻ കഴിഞ്ഞ വർഷമായാലും അതിന് മുന്നത്തെ വർഷമായാലും ഒക്കെ ബാറ്റിംഗ് ആയാലും അതുപോലെ തന്നെ ബോളിംഗ് എന്നായാലും ഈക്വൽ കോൺട്രിബ്യൂഷൻ വെച്ചിട്ടാണ് എല്ലാ ടീമും കപ്പടിച്ചേക്കുന്നത്. RCB പോലും അവരുടെ ആ ഒരു ബാറ്റിങ്ങിലുള്ള ആ ഒരു ഇത് മാത്രം നോക്കാതെ ബോളിങ്ങിലും നല്ല രീതിക്ക് ആൾക്കാർ എടുത്തു തുടങ്ങിയപ്പോഴാണ് അവർ കഴിഞ്ഞ വർഷം അവരുടെ എല്ലാ മെമ്പേഴ്സിൻ്റെയും പെർഫോമൻസ് വെച്ചിട്ടാണ് അവർ കപ്പടിച്ചത്. അപ്പോൾ ബാറ്റിങ്ങിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരിക്കലും കിരീടത്തിലേക്ക് എത്താൻ സാധിക്കില്ല. 1-2 കളികൾ ജയിക്കാൻ, നല്ല എൻ്റർടൈനിങ് മാച്ചസ് ഉണ്ടാക്കാൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ടീം കപ്പടിക്കില്ല. അതുകൊണ്ട് തന്നെ SRH കാവ്യമാരൻ ഇത്തവണ കപ്പ് തൊടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറേ മാച്ചസ് കാണാം കേട്ടോ. നമുക്ക് തന്നെ 10-250 റൺ ചെയ്യുന്ന സിക്സറുകളുടെ മേളം, അങ്ങനത്തെ കുറേ മാച്ചസ് കാണാം. അതിന് മാത്രമാണ് ഞാൻ ഇപ്പോൾ SRHൻ്റെ കളികൾ പ്രിഫർ ചെയ്യുന്നത്. അല്ലാതെ ഒരു ബോളേഴ്സിന് യാതൊരു റോളും ഇല്ലാത്ത മത്സരങ്ങളാണ് പൊതുവെ SRHൻ്റെ മത്സരങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിക്ക് പരാതികളും വരുന്നുണ്ടായിരുന്നു. കാരണം ഇത്രയും റോഡ് പിച്ചസ് ഉണ്ടാക്കിയിട്ട് കളിയുടെ ഒരു ക്വാളിറ്റി തന്നെ കുറവാണ്. ബോളേഴ്സിന് യാതൊരു റോളും ഇല്ലാതെ ഇങ്ങനത്തെ റോഡ് പിച്ചസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേ ബാറ്റ്സ്മാൻമാർ നമ്മളിപ്പോൾ T20 വേൾഡ് കപ്പിലൊക്കെ അഭിഷേക് ശർമ്മയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്ത് വേൾഡ് കപ്പ് അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോകുമ്പോൾ ഈ ഒരു പിച്ചിൽ കളിച്ചിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ എന്തായാലും SRHൻ്റെ മത്സരങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ പോലെ റോഡ് പിച്ചാണെങ്കിൽ മാച്ച് കാണാൻ രസമുണ്ടായിരിക്കും, പക്ഷേ അതിലൊരു ക്വാളിറ്റി ഉണ്ടാവില്ല ആ മത്സരത്തിനൊന്നും. അതിൽ പ്ലെയേഴ്സിന് യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും SRH ഇത്തവണ അത്തരത്തിലുള്ള പിച്ചൊരുക്കി ഇത്രയും റൺസ് അടിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് ഗുണമൊന്നും ഉണ്ടാകത്തില്ല. എന്തായാലും മാച്ച് അത്യാവശ്യം എൻ്റർടൈനിങ് മാത്രമേ ഉള്ളൂ.
അപ്പോൾ എന്തായാലും ഈ ടീമിൽ നിന്ന് എനിക്ക് കാര്യമായിട്ടുള്ള പ്രതീക്ഷകളൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുക. എന്തായാലും ഇത്തവണ പ്ലേ ഓഫിൽ കയറുമോ അല്ലെങ്കിൽ കപ്പടിക്കുമോ അല്ലെങ്കിൽ വല്ല അത്ഭുതങ്ങളൊക്കെ നടക്കുമോ എന്നുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിലിടുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എന്നാലും നമുക്ക് അടുത്ത വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒരു എൻകറേജ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. എന്തായാലും താങ്ക് യു.